ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയം മുളയ്ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, പിതാക്കന്മാർ, അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 51 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. അവൻ്റെ ആരോഹണത്തിന് കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സ് ഉറപ്പിച്ചു തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായിട്ട് വട്ടം കൂടേണ്ടതിന് ശരമയുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവൻ്റെ ശിഷ്യന്മാരായ യാക്കോബ്, യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്നും തീ ഇറക്കി അവരെ നശിപ്പാൻ ഞങ്ങൾക്ക് പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. യേശു തിരിഞ്ഞ് അവരെ ശാസിച്ചു. നിങ്ങൾ ഏത് ആത്മാവിനാൽ അധീനരാർ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? മനുഷ്യപുത്രൻ മനുഷ്യൻ്റെ പ്രാണങ്ങളെ നശിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. അവർ വേറെയൊരു ഗ്രാമത്തിൽ പോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവ് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ പ്രാണനെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത്. ഒരുപക്ഷെ കൂടെയുള്ള ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ആ ദേശക്കാർ അവരെ റെസ്പെക്റ്റ് ചെയ്തില്ല, അവരെ ബഹുമാനിക്കാത്തത് കൊണ്ട്, അവരെ ആദരിക്കാത്തത് കൊണ്ട് മാനുഷികമായി അവർ ചിന്തിച്ചു പോയി, കർത്താവേ, ഗുരുവേ, ഏലിയ പ്രവാചകൻ തീ ഇറക്കിയതുപോലെ ഈ ദേശത്ത് നമ്മളെ പരിഗണിക്കാത്ത ഈ ദേശത്ത്, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഈ ദേശത്ത്, നമ്മളെ മാനുഷികമായി പറഞ്ഞാൽ നമ്മളെ മൈൻഡ് ചെയ്യാത്ത, നമ്മളെ ബഹുമാനിക്കാത്ത ഈ ദേശത്തെ കർത്താവെ, നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾ ഏലിയാവിനെ പോലെ തീ ഇറക്കി ഈ ദേശത്തെ നമുക്ക് നശിപ്പിക്കാമെന്നുള്ള ഒരു ഭാവത്തോടെ, ഒരു മനോഭാവത്തോടെ തൻ്റെ ശിഷ്യന്മാർ സംസാരിച്ചപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യൻ്റെ അതേ പ്രാണനെ നശിപ്പാനല്ല വന്നത്, രക്ഷിപ്പാനത്രേ വന്നത്. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ഇവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറണം. പൈശാചിക മണ്ഡലങ്ങളെ ശാസിക്കുന്നു, അന്ധകാര ശക്തികളെ ശാസിക്കുന്നു. എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. കർത്താവേ, ശാരീരിക ബലഹീനതകളെ മാറ്റി ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. എല്ലാ രോഗത്തിൻ്റെ വ്യാപാര ശക്തികൾ ശാരീരിക മണ്ഡലങ്ങളിൽ നിന്ന്, കേൾക്കുമ്പോൾ തന്നെ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് മാറട്ടെ. ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 51 86 വരെ ഒന്നുകൂടെ. അവൻ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ യേശു യെരൂശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സ് ഉറപ്പിച്ചു തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂടേണ്ടതിന് ശരമയുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ ക്രിസ്തുവിനെ അറിയുന്ന വ്യക്തിയാണോ? പലപ്പോഴും പലരും നിന്നെ കൈക്കൊള്ളത്തില്ല, തള്ളിക്കളയും, ഉപേക്ഷിക്കും. എന്നാൽ നീ ക്രിസ്തുവിൽ വിശ്വാസം വെച്ചാൽ, ക്രിസ്തുവിൽ ആശ്രയം വെച്ചാൽ, ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും നിന്നെ മാറോട് ചേർത്തണയ്ക്കുന്ന
നിന്നെ കരം കൊണ്ട് താങ്ങുന്ന, നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിരാശനായി പോകാതെ, തകർന്നു പോയാകാതെ, ഭാരപ്പെട്ട് നിരാശനായി പോകാതെ നീ ക്രിസ്തുവിൽ ആശ്രയം വെച്ചാൽ നിശ്ചയമായി നിന്നെ സഹായിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിന്നെ നടത്തുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് നിനക്ക് കഷ്ടതകൾ നേരിടാം, നിന്ദനകൾ, അപമാനങ്ങൾ നേരിടാം. എന്നാൽ അതൊന്നും സാരമല്ലെന്ന് കണ്ടുകൊണ്ട് എൻ്റെ യാത്ര ക്രിസ്തുവിലേക്കുള്ള ലക്ഷ്യമെന്നുള്ള ആ യാത്രയിൽ നോക്കി നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നിശ്ചയമായി നമുക്ക് ജയം പകരുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. അത് അവൻ്റെ ശിഷ്യന്മാരായ യാക്കോബ്, യോഹന്നാനും കണ്ടിട്ട്, കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്നും തീ ഇറങ്ങി അവരെ നശിപ്പാൻ ഞങ്ങൾക്ക് പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും മാനുഷികമായ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കും ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ, പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്ന അനുഭവം, മാനുഷികമായി നമ്മളും ഈ യാക്കോബും യോഹന്നാനും ചിന്തിച്ചതുപോലെ ചിന്തിച്ച അവസരങ്ങൾ കാണാം. ഇവരെ എങ്ങ് നശിപ്പിക്കണം, അവരെ ഇല്ലാതാക്കണം, ഇവർ ബഹുമാനിക്കുന്നില്ല, ഞങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട ഒരു കൈത്താങ്ങ് ചെയ്യുന്നില്ല, അല്ലെ ഞങ്ങൾക്ക് വേണ്ടി ഇവർ ഒന്നും ഒരു മനസ്സലിവില്ലെന്നുള്ള ചിന്താ മനോഭാവത്തോടെ ഒരുപക്ഷെ ഈ യാക്കോബും യോഹന്നാനും ചിന്തിച്ചതുപോലെ പല കർത്താവിൻ്റെ ശിഷ്യന്മാരും അഭിഷക്തന്മാരും ചിന്തിച്ച കാണാം. കാരണം മനുഷ്യൻ്റെ സാഹചര്യത്തിൽ ഈ യാക്കോബിനെ പോലെ യോഹന്നാനെ പോലെ പലരും ചിന്തിക്കുവാൻ കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതകളും ഒറ്റപ്പെടുത്തലും ബഹുമാനമില്ലായ്മ കുറവും അവനെ നിന്ദിക്കപ്പെടുന്ന അനുഭവം ആ വേളയിൽ ഒരുപക്ഷെ മനുഷ്യൻ ചിന്തിക്കാമായിരിക്കാം, കർത്താവെ, നീ ഒന്ന് കൽപ്പിച്ചാൽ, നീ ഒന്ന് പറഞ്ഞാൽ ഏലിയ പ്രവാചകൻ തീ ഇറക്കിയതുപോലെ ഈ ദേശത്തെ നമുക്ക് നശിപ്പിക്കാമെന്ന് പറയുന്നത് പോലെ മനുഷ്യന് ഒരുപക്ഷെ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ചിന്തിക്കുവാൻ സാധിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ പ്രാണനെ നശിപ്പിക്കാനല്ല, രക്ഷിപ്പാനത്രേ വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ഒന്ന് മനുഷ്യൻ്റെ പ്രാണനെ രക്ഷിക്കാൻ, രണ്ട് മനുഷ്യൻ്റെ പാപത്തിന് മോചനം നൽകുവാൻ ക്രിസ്തുയേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഒന്ന്, അവൻ രക്ഷിപ്പാൻ വന്നു, രണ്ട്, മനുഷ്യൻ്റെ പാപത്തെ മോചിപ്പാൻ വന്നു. ആകാശത്തു നിന്നും തീ ഇറക്കി അവരെ നശിപ്പാൻ ഞങ്ങൾക്ക് പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. യേശു തിരിഞ്ഞ് അവനെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിൻ്റെ അധീനതർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നു എന്ന് പറഞ്ഞു. അവർ വേറെയൊരു ഗ്രാമത്തിലേക്ക് പോയി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യേശു മനുഷ്യൻ്റെ പ്രാണനെ നശിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത്. ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ രക്ഷയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബമേ, മാതാപിതാവേ, നീ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ, നീ തകർന്നിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ, നീ ഒറ്റപ്പെടുന്ന അനുഭവമുണ്ടല്ലോ, നിന്നെ രക്ഷിപ്പാൻ യേശു വന്നിട്ടുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അൽബറാങ്ഷൽ ഹർത്തോറിയ റോമൽ ഹസ്ത റിയൽ ഹസ്തിയ. അവൻ നശിപ്പാനല്ല കൊണ്ടുവന്നത്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്, യേശു നിൻ്റെ ഭവനത്തിൽ നിന്ന് വന്നത്, അവൻ നിന്നെ രക്ഷിപ്പാൻ, അവൻ നിന്നെ സഹായിക്കുവാൻ. നീ ഏത് വിഷയത്തിൻ്റെ മേൽ കണ്ണുനീർ പൊഴിയുന്നുവോ, ഏത് വിഷയത്തിൻ്റെ മേൽ വിങ്ങിപ്പൊട്ടുന്നുവോ, അതിൽ നിന്ന് വെടിവെക്കുവാൻ യേശു നിൻ്റെ ഭവനത്തിൽ ഇന്ന് വന്നിട്ടുണ്ട്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാം ദൈവമാണ്. അവൻ വീരനാം ദൈവമാണ്. നീ ഒന്ന് വിശ്വസിക്കുക. യേശു നിൻ്റെ ഭവനത്തിൽ നിന്ന് വന്നത് നിന്നെ നശിപ്പാനല്ല, നിന്നെ രക്ഷിപ്പാൻ. നീ ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ, രോഗത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ, കടഭാരത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ, അതല്ല
അതെല്ലാം ജോലി ചെയ്ത് ഫൈനാൻസ് മേഖല പെൻഡിങ് ആണോ, അതിനെല്ലാം നിന്നെ രക്ഷിപ്പാൻ, അതിൻ്റെ അപ്പുറമായി നിനക്കൊരു നിത്യജീവനെ നൽകുവാൻ, നിനക്കൊരു പുതുജീവനെ നൽകുവാൻ, നീ പാപത്തിൽ അകപ്പെട്ടവനാണോ, നിന്നെ രക്ഷിപ്പാൻ, നിൻ്റെ പാപമോചനത്തെ നൽകുവാൻ കഴിയുന്നവൻ, അവൻ രക്ഷിപ്പാൻ കഴിയുന്നവനായ ദൈവം, അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യേശു ഭൂമി വന്നതിൻ്റെ 2 ലക്ഷ്യമാണ്. ഒന്ന്, മനുഷ്യനെ രക്ഷിപ്പാൻ. 2, മനുഷ്യൻ്റെ പാപമോചനം നൽകുവാൻ. 3, മനുഷ്യന് വേണ്ടി തൻ്റെ ശരീരത്തെ യാഗമായി മാറുവാൻ, തൻ്റെ അവസാന തുള്ളി രക്തം കൊടുത്തുകൊണ്ട് അവൻ യാഗമായി മാറി. 4, അവൻ നമുക്ക് നിത്യജീവനെ നൽകുവാൻ വേണ്ടി യാഗമായി മാറി. 5, അവൻ പിതാവിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ വലതുഭാഗത്ത് ഇന്നും അവൻ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു. നമ്മുടെ യേശു ഭൂമിയിൽ വന്നത് മനുഷ്യനെ ശിക്ഷിക്കുവാനല്ല, രക്ഷിപ്പാനും പാപമോചനം നൽകുവാനും നിത്യജീവൻ നൽകുവാനും, നമ്മൾ സമൃദ്ധിയും സന്തോഷവും സമാധാനവും സ്നേഹത്തിൽ ജീവിക്കുവാൻ. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, കേട്ട നല്ല വചനത്തിനായി നന്ദി പറയുന്നു. അനേകർ തകർന്നിരിക്കുന്നവരുണ്ട് കർത്താവേ. അവിടുത്തെ വചനമയച്ച് ജനത്തെ വിടിവിച്ചതിനായി, സൗഖ്യപ്പെടുത്തിയതിനായി, സമാധാനം പകർന്നതിനായി, ബലപ്പെടുത്തിയതിനായി നന്ദി പറയും. ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ, അഭിഷക്തന്മാർ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.